ഹലോ ഫ്രണ്ട്സ്, എ വാം വെൽക്കം ടു edu.com. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ പരിസര പഠനം എൻവിയോൺമെൻറ്റൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകൾക്ക് കൂട്ടുകാർക്ക് കാണുന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് പോയി കാണുക. നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 32 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് പേജ് നമ്പർ 32 മുതലുള്ളതാണ് സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ നമുക്ക് കാണാൻ കഴിയൂല്ലേ. ക്യാൻ യു ഗസ് ദ പേഴ്സൺ ഫ്രം ദ ക്ലൂസ് ഗിവൺ ബിലോ? വിനയൻ സാർ കണ്ടിന്യൂഡ്. ഹി വർക്ക്ഡ് വിത്ത് ഗാന്ധിജി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. He was the first Prime Minister of India. He was the one who declared the independence of India. Children fondly called him Chachaji. Everyone answered together, Jawaharlal Nehru. Find the answer to the following question about Jawaharlal Nehru using the books in the class library. എന്താ കൂട്ടുകാർ ഇവിടെ പറയുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? ഈ വർക്ക്ഡ് വിത്ത് ഗാന്ധിജി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. പിന്നെയോ ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹമാണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അല്ലെ, പ്രധാനമന്ത്രിയായത് അദ്ദേഹമാണ്. പിന്നെയോ ഹു ഡിക്ലെയർഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ? ചിൽഡ്രൻ ഫോൺലി കോൾഡ് ഹിം ചാച്ചാജി. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ കൂട്ടുകാരെ ഒന്നുകൂടെ നോക്കാം. ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. നോക്കാം. വെൻ ഈസ് നെഹ്റൂസ് ബർത്ത്ഡേ? ഇൻ വാട്ട് നെയിം ഡു വി സെലിബ്രേറ്റ് ദിസ് ഡേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്ക് നോക്കാം. നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്. ഈ ദിനം ഏത് പേരിലാണ് നാം ആഘോഷിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ അല്ലേ. അപ്പോൾ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? അപ്പോൾ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ എന്നാണ്? നവംബർ 14 ആണല്ലേ. നവംബർ 14. അത് നമ്മളെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ്. ബാലദിവസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ, ശിശുദിനമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ഓട്ടോബയോഗ്രഫി. എന്താണ് ഓട്ടോബയോഗ്രഫി? അതിന് ടുവേർഡ് ഫ്രീഡം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ടുവേർഡ് ഫ്രീഡം അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഈ ആത്മകഥ അദ്ദേഹം എഴുതുന്നത് ജയിലിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ. പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നേ എഴുതിയ ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമാണിത് കേട്ടോ. പിന്നെ നിങ്ങൾക്കായിട്ടുള്ളൊരു വർക്ക് ഉണ്ട്. പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ജവഹർലാൽ നെഹ്റു, കളക്ടിങ് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലാസ്. എന്താ പറയുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ എങ്ങനെയാണ് പ്രസംഗം തയ്യാറാക്കേണ്ടത്? അപ്പോൾ ചെറിയൊരു മാതൃക നമുക്കിവിടെ നോക്കിയാലോ. ഡിയർ ഓൾ, ജവഹർലാൽ നെഹ്റു, one of the principal architects of modern India and our first Prime Minister, played a pivotal role in India's freedom struggle. As a beloved disciple of Mahatma Gandhi, he put forth the idea of Purna Swaraj, complete self-rule, at the Lahore Congress session in 1929. As Prime Minister, he laid a strong foundation for the nation's industrial and agricultural growth through the 5-year plans and by establishing the Planning Commission. Prominent educational and scientific institutions like the IITs and AIIMS are the testament to his foresight. On the international stage, Nehru was a founding leader of the non-aligned movement, advocating for global peace and coexistence during the Cold War era. Our beloved Chachaji, who dearly loved children, has his birthday on November 14th, which we celebrate as Children's Day. His contribution to India's secular democratic principles and his efforts in uniting its diverse population are invaluable. Thank you. പ്രിയപ്പെട്ടവരെ, ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ പ്രധാനിയും നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. മഹാത്മാഗാന്ധിയുടെ പ്രിയ ശിഷ്യനായിരുന്ന അദ്ദേഹം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ
പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ പഞ്ചവത്സര പദ്ധതികളിലൂടെയും ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചും രാജ്യത്തിൻ്റെ വ്യാവസായികവും കാർഷികവുമായ വളർച്ചയ്ക്ക് അദ്ദേഹം ശക്തമായ അടിത്തറയിട്ടു. IIT-കൾ, എയിംസ് തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ ശാസ്ത്ര സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു നെഹ്റു. ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി നിലകൊണ്ടു. കുട്ടികളെ അതിയായി സ്നേഹിച്ച നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾക്കും വൈവിധ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. നന്ദി. അപ്പോൾ കൂട്ടുകാരെ, ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു തുടക്കവും ഒടുക്കവും അതിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളും എല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്കറിയാവുന്ന പ്രധാനപ്പെട്ട പ്രശസ്ത വ്യക്തികളുടെയൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അത് ശേഖരിച്ചിട്ട് നല്ലൊരു പ്രസംഗം കൂട്ടുകാർ തയ്യാറാക്കി നോക്കണം. ഓക്കെ, നമ്മൾ ബാക്കി ഭാഗത്തോട്ട് പോവുകയാണ്. സർ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് അതർ ലീഡേഴ്സ് ഹു പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ടു ദ ചിൽഡ്രൻ. Okay, now we can see the familiar leaders who participated in the freedom struggle in India. Look here, Subhash Chandra Bose, Sardar Vallabhbhai Patel, Gopal Krishna Gokhale, Sarojini Naidu, Bal Gangadhar Tilak, Bhagat Singh, Aruna Asaf Ali, Khan Abdul Ghaffar Khan. Right? Okay, now here is a work for you. Identify and write the names of leaders related to the facts given below. Okay, let's check once more. ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അല്ലേ. അപ്പോൾ അവരെ ആരൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി, പിന്നെ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അപ്പോൾ ഇത്രയും മഹത് വ്യക്തികളെ നമുക്കിവിടെ പരിചയപ്പെടാനായിട്ട് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട് നേതാക്കളെ കണ്ടെത്തി എഴുതൂ. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ആരൊക്കെയാണ്, ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരെ നോക്കൂ, ഫസ്റ്റ് ഇവിടെ പറയുന്നത് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. എന്താ പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നും അറിയപ്പെടുന്നു. ആരാണ്? സരോജിനി നായിഡു ആണ് ഇന്ത്യയിലെ INCയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. വുമൺ പ്രസിഡൻ്റ് ആയത് പ്രസിഡൻ്റ് ആയത് ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവിൻ്റെ മറ്റൊരു വിശേഷണമാണ് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹി ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോട്ട് ബ്രേവ്ലി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഹി വാസ് ഹാങ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 23. എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ആരാണ്? നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഭഗത് സിംഗ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു ധീര രക്തസാക്ഷി എന്ന് പറയുന്നത് ഭഗത് സിംഗ് ആണ്. മൂന്നാമതായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഷീ ഈസ് നോൺ ആസ് ക്യൂൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. ആരായിരിക്കും? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് ക്യൂൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ദെൻ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. കൂട്ടുകാരെ നെക്സ്റ്റ് നോക്കാം. ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ബൈ യുണൈറ്റിംഗ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. എന്താ പറയുന്നത്? നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യം എന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ ആൻസർ? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതാ കാണുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്, അയൺ മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ കൂട്ടുകാരെ. ഹി ഫോംഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് നോൺ ആസ് നേതാജി. ഏതായിരിക്കും? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി, നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്, നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. കൂട്ടുകാരെ ഇനി നമുക്ക് അടുത്ത് നോക്കാം. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് നോൺ ആസ് ലോകമാന്യ.
ഹു ഇസ് ദിസ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോകമാന്യ എന്നറിയപ്പെടുന്നു. ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കൂട്ടുകാരെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ ഗുരു ഹൗ ഗൈഡഡ് ഗാന്ധിജി ഇൻ ടു പൊളിറ്റിക്സ്, ഫൗണ്ടർ ഓഫ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ആരായിരിക്കും ആൻസർ? നമുക്ക് നോക്കാം. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു. പിന്നെയോ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയെ സ്ഥാപിച്ചു. ആരാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കൂ. ഫോളോവഡ് ഗാന്ധിജീസ് ഐഡിയൽസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. എന്താ പറയുന്നത്? ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ആരാണ്? ലാസ്റ്റ് എൻ്റെ ആൻസർ വരുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടും. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ എല്ലാം ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ചോദ്യകർത്താവിന് പരീക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് കേട്ടോ ഇത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. കൂട്ടുകാരെ, നമുക്ക് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂടുതൽ ആഴത്തിലൊന്ന് പരിചയപ്പെട്ടാലോ? ഫസ്റ്റായിട്ട് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സുഭാഷ് ചന്ദ്രബോസ് വാസ് എ ലീഡർ ഹു ബിലീവ്ഡ് ദാറ്റ് ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് നോട്ട് ത്രൂ പീസ്ഫുൾ സ്ട്രഗിൾസ് ബട്ട് ത്രൂ ആൻ ആർമഡ് ഫൈറ്റ് ആൻഡ് ഫോർ ദാറ്റ് ഹീ ഫോംഡ് ആർമഡ് ഫോഴ്സസ്. എന്താ പറയുന്നത്? സമാധാനപരമായ സമരങ്ങളിലൂടെയല്ല, മറിച്ച് ആയുധമെടുത്തുള്ള പോരാട്ടത്തിലൂടെയും സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ആയുധസേനകൾക്ക് രൂപം നൽകിയ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഹി വാസ് imprisoned 11 times for organizing revolutionary activities against the British. ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവകരമായ പ്രതികരണങ്ങൾ സംഘടിപ്പിച്ചതിന് 11 തവണ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. He was the president of the Congress but later resigned from that position and formed a new party called the Forward Bloc. എന്താ പറയുന്നത്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം പിന്നീട് ആ സ്ഥാനം രാജിവെച്ചിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എസ്കേപ്പിംഗ് ടു ജർമ്മനി ഫിയറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഹി ലേറ്റർ ഫോംഡ് എ മിലിറ്ററി ഓർഗനൈസേഷൻ നെയ്മഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദ് ഫൗജ് ആൻഡ് ഫോട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സൈനിക സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഹി വാസ് നോൺ ബൈ ദ ടൈറ്റിൽ നേതാജി. നേതാജി എന്ന വിശേഷണത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഒരു ഏകദേശ വിവരം. ഇനി നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നോക്കിയാലോ? സർദാർ വല്ലഭായ് പട്ടേൽ വാസ് വൺ ഓഫ് ദ കീ ഫിഗർ ഇൻ ദ മേജർ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രധാന പ്രക്ഷോഭങ്ങളിൽ സർദാർ വല്ലഭായ് പട്ടേലും ഭാഗമായിരുന്നു. ഗാന്ധിജി ഗേവ് ഹിം ദ ടൈറ്റിൽ സർദാർ ഫോർ ലീഡിംഗ് ദ പീസൻറ്റ് സ്ട്രഗിൾ ഇൻ ദ ബർദോളി. ബർദോളിയിലെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയതിന് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന പദവി നൽകി. അപ്പോൾ സർദാർ എന്ന പദവി സർദാർ വല്ലഭായ് പട്ടേലിന് ആരാണ് കൊടുത്തത്? ഗാന്ധിജിയാണ് കേട്ടോ. ലേറ്റർ ഹി ഓൾസോ ലെഡ് ദ എഫേർട്സ് ടു മെർജ് ദ നാറ്റീവ് സ്റ്റേറ്റ്സ് വിത്ത് ദ ഇന്ത്യൻ യൂണിയൻ. പിന്നീട് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഹി സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൺസിഡറിംഗ് ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്ട്രോങ് വിൽ ഹി വാസ് ഗിവൺ ദ നിക്നെയിം അയൺ മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും പരിഗണിച്ച് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന വിളിപ്പേര് നൽകി. അടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ വാസ് എ പ്രൊമിനൻറ്റ് ലീഡർ എമംഗ് ദ മോഡറേറ്റ്സ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇറ്റ് വാസ് ഗോഖലെ ഹു ബോട്ട് മഹാത്മാ ഗാന്ധി ഇൻ ടു ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഹി വാസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ദ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. എന്താ പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി നേതാക്കളിൽ പ്രമുഖനായിരുന്നു. മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനും അദ്ദേഹമായിരുന്നു.
ഇതാണ് ഗോപാലകൃഷ്ണ ഗോഖലെയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഇൻ ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറുമായിരുന്നു സരോജിനി നായിഡു. ഷീ വാസ് ബോൺ ഇൻ ഹൈദരാബാദിലാണ് അവർ ജനിച്ചത്. ഹെർ പാരൻസ് വർ ബംഗാളി ബ്രാഹ്മിൻസ്. മാതാപിതാക്കൾ ബംഗാളി ബ്രാഹ്മണരായിരുന്നു. എ ക്ലോസ് ഫോളോവർ ഓഫ് ഗാന്ധി, ഷീ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായിരുന്ന അവർ ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ സജീവമായി പങ്കെടുത്തു. ഷീ ലെഡ് മെനി ക്യാമ്പയിൻസ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വുമൺ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ നിരവധി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി. എ വെൽ നോൺ പോയറ്റ്, സരോജിനി നായിഡു വാസ് ആൾസോ നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. പ്രശസ്തയായ ഒരു കവയിത്രി കൂടിയായിരുന്നു സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നും അറിയപ്പെട്ടിരുന്നു. ബാലഗംഗാധർ തിലക് ആൾസോ നോൺ ആസ് ലോകമാന്യ വാസ് എ ലീഡർ ഹു ഇൻസ്പയർഡ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് വിത്ത് ഹിസ് പ്രൊക്ലമേഷൻ സ്വരാജ്, ദാറ്റ് മീൻസ് സെൽഫ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആവേശം പകർന്ന നേതാവായിരുന്നു ലോകമാന്യൻ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലക്. ആസ് എ സ്റ്റാൻച്ച് സ്വദേശി, ഹി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്സ് റൂൾ ത്രൂ ഹിസ് ന്യൂസ് പേപ്പേഴ്സ്. തീവ്ര ദേശീയവാദിയായിരുന്ന അദ്ദേഹം തൻ്റെ പത്രങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പോരാടി. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹോം റൂൾ മൂവ്മെന്റ് ആൻഡ് എ ലീഡർ ഓഫ് ദ എക്സ്ട്രീമിസ്റ്റ് ഫാക്ഷൻ ഇൻ ദ കോൺഗ്രസ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗം നേതാവുമായിരുന്നു അദ്ദേഹം. ഹി പാസ്ഡ് എവേ ഇൻ 1920 ഡ്യൂ ടു ഇൽനസ്. 1920 രോഗബാധിതനായി അദ്ദേഹം അന്തരിച്ചു. ഭഗത് സിംഗ് വാസ് ബോൺ ഇൻ ടു എ സിഖ് ഫാമിലി ഇൻ പഞ്ചാബ് ഇൻ 1907. 1907 പഞ്ചാബിലെ ഒരു സിഖ് കുടുംബത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. ദ ജാലിയൻവാല ബാഗ് മെസ്സർ ദാറ്റ് ഹാപ്പൻ ഡ്യൂറിംഗ് ഹിസ് ചൈൽഡ്ഹുഡ് ടേൺഡ് ഹിം ഇൻ ടു എ റെവല്യൂഷണറി. തൻ്റെ ചെറുപ്പത്തിൽ നടന്ന ജാലിയൻവാലാബാഗ് സംഭവം അദ്ദേഹത്തെ ഒരു വിപ്ലവകാരിയാക്കി. ഹി ബിലീവ്ഡ് ദാറ്റ് ആർമഡ് സ്ട്രഗിൾ വാസ് ദ ഓൺലി വേ ടു ഡിഫീറ്റ് ദ ബ്രിട്ടീഷ്. ആയുധത്തെ ആയുധം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി ഫോംഡ് ആൻ ആർമഡ് ഓർഗനൈസേഷൻ കോൾഡ് നവജവാൻ ഭാരത് സഭ ആൻഡ് ഓർഗനൈസ്ഡ് വാരിയസ് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. നവജവാൻ ഭാരത് സഭ എന്ന പേരിൽ അദ്ദേഹം ഒരു സായുധ സംഘടന രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇൻ എ കേസ് റിലേറ്റഡ് ടു ദ ബോംബിംഗ് ഓഫ് ദ ലാഹോർ അസംബ്ലി, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് വേർ സെന്റൻസ്ഡ് ടു ഡെത്ത്. ലാഹോർ അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ദേ വെർ ഹാങ്ഡ് ഇൻ ലാഹോർ സെൻട്രൽ ജയിൽ ഇൻ 1931. 1931 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് മൂവരെയും തൂക്കിലേറ്റി. ഹി വാസ് ഓൺലി 23 ഇയേഴ്സ് ഓൾഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത്. അന്ന് അദ്ദേഹത്തിന് 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അരുണ അസ്ഫലി വാസ് ബോൺ ഇൻ ടു എ ബംഗാളി ബ്രാഹ്മിൻ ഫാമിലി ഇൻ ഹരിയാന. After her marriage to Asif Ali, she became actively involved in the freedom struggle and enthusiastically participated in the Salt Satyagraha. She became a national heroine when she hosted the Congress flag at the Gavalia Tank Maidan in Mumbai on August 8, 1942. After the Quit India resolution was passed and all the prominent leaders were arrested, she was known as the Grand Old Lady of the Quit India movement. Later in her life, she was also called the torchbearer of the Indian freedom struggle. Aruna Asif Ali passed away in 1996 and the following year, the nation honored her with the Bharat Ratna Award. എന്താ പറയുന്നത്? അരുണ ആസഫ് അലി ഹരിയാനയിലെ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലാണ് അരുണ ആസഫ് അലി ജനിച്ചത്. ആസഫ് അലിയുമായുള്ള വിവാഹത്തിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി. ഉപ്പു സത്യാഗ്രഹത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് പ്രമുഖ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തപ്പോൾ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തിയത് ധീരയായ അരുണ ആസഫ് അലി ആയിരുന്നു. ഇതോടെ അവർ ഒരു ദേശീയ നേതാവായി ഉയർന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുത്തശ്ശി എന്ന് അവർ അറിയപ്പെട്ടു. അവസാന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴികാട്ടി എന്നും വിളിക്കപ്പെട്ടു. 1996 അരുണ ആസഫ് അലി അന്തരിച്ചത്. അടുത്ത വർഷം ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചു.
ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കുള്ള 3 വർക്കുകളാണ് ഇനിയുള്ളത്. കളക്ട് പിക്ചേഴ്സ് ഓഫ് അതർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ വാൾ പോസ്റ്റർ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദെയർ ആർ പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി who can share information related to the freedom struggle, interview them and gather information. Next also find out if there are places related to the freedom struggle in your area. എന്താ പറയുന്നത്? ഒന്നാമത്തത് മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ചുമർ പത്രിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതോ നിങ്ങളുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടൊരു അഭിമുഖം നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും. മൂന്നാമത്തത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്ന് കൂടി അന്വേഷിച്ചറിയൂ. ഇങ്ങനെ 3 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ചുമർ പത്രിക തയ്യാറാക്കുമ്പോൾ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അതിൽപ്പെട്ട ചിലരാണ് ദാദാഭായ് നവറോജി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അബ്ദുൽ കലാം ആസാദ്, ലാൽ ബഹദൂർ ശാസ്ത്രി, റാണി ലക്ഷ്മിബായ്, രാജാറാം മോഹൻ റോയ്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ചന്ദ്രശേഖർ ആസാദ്, മംഗൾ പാണ്ഡെ അല്ലേ. അപ്പോൾ ഇത്രയും ആളുകളുടെ പിക്ചറുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർത്താണ് നിങ്ങൾ ചുമർ പത്രിക തയ്യാറാക്കേണ്ടത്. കൂട്ടുകാരെ, രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഒരു അഭിമുഖം തയ്യാറാക്കാനാണല്ലേ, ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇത്തരത്തിൽ അഭിമുഖത്തിന് വേണ്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നോക്കൂ, അഭിമുഖത്തിൽ ആളുടെ വ്യക്തിപരമായ ചോദ്യങ്ങൾ ആദ്യം ചോദിക്കണം. പേഴ്സണലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 1-2 ചോദ്യങ്ങൾ വ്യക്തിപരവും ബാക്കി എന്താണ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് ഏജ്? വേർ ഡു യു ലീവ്? ക്യാൻ യു ഷെയർ യുവർ മെമ്മറീസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ? How old were you when you participated in the movement? What were the main protests you took part in? Who were the key leaders of the era? Have you met any of them in person? How did Mahatma Gandhi's ideals influence you? What difficulties did you face for participating in the movements? Were you ever jailed? What were the major differences between life under British rule and life after independence? What kind of changes happened in your village after India gained independence? Were there any changes in the field of education and employment? What message would you like to give to the younger generation today? അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ പേരും വയസ്സും എന്താണ്, പിന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കാമോ? നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? നിങ്ങൾ പങ്കെടുത്ത പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ്? ആ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ ആശയങ്ങൾ നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? സമരങ്ങളിൽ പങ്കെടുത്തതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്? ജയിലിൽ പോയിട്ടുണ്ടോ? ബ്രിട്ടീഷ് ഭരണകാലത്തെ ജീവിതവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. അങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിൽ നമുക്ക് അഭിമുഖത്തിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ഇന്ത്യ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ചിൽഡ്രൻ പ്രിപ്പയർഡ് ആൻ ഇൻഡിപെൻഡൻസ് ഡേ മാഗസിൻ ഇൻകോർപ്പറേറ്റിംഗ് ദ ഇൻഫർമേഷൻ ഗാതേർഡ് ഫ്രം വിനയൻ സാർ. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികളെ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. റീഡ് ദ ഇൻഫർമേഷൻ ഇൻ ദ മാഗസിൻ റിലീസ്ഡ് ബൈ മേഘ ടീച്ചർ. അപ്പോൾ മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത ഒരു പതിപ്പിലെ വിവരങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഫസ്റ്റ് എന്താ പറയുന്നത് നോക്കൂ. മെനി പ്രൊട്ടസ്റ്റ്സ് വേർ ഓർഗനൈസ്ഡ് ആൾ ഓവർ ഇന്ത്യ ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ദ വേർഡ്സ് ഓഫ് ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി ഇൻസ്പയർഡ് ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് എനർജൈസ്ഡ് ദ മൂവ്മെൻറ്റ്സ്. എന്താ പറയുന്നത്? ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. അപ്പോൾ ഇവിടെ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഗാന്ധിജി പോലുള്ള പ്രൊട്ടസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരെപ്പോലുള്ള സമര നേതാക്കൾ മുന്നോട്ട് വന്ന് അവരുടെ വാക്കുകളാണ് ഇതിനൊക്കെ ബാക്കിയുള്ളവർക്കുള്ള ഊർജ്ജം പകർന്നിട്ടുള്ളത്. സെക്കൻഡ് എന്താ പറയുന്നത്? സം ഓഫ് ദ പ്രൊട്ടസ്റ്റ് ടേൺഡ് വയലൻറ്റ്. ചില സമരങ്ങൾ കലാപങ്ങളായി മാറിയിട്ടുണ്ട്. മെനി പീപ്പിൾ ടുക്ക് അപ്പ് ആംസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. മെനി ഓഫ് ദം ലോസ്റ്റ് ദെയർ ലീവ്സ്. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. അപ്പോൾ നമുക്കെന്താ അതിൽ നിന്ന് മനസ്സിലായത്? ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയിട്ട് അവർ ഇന്ത്യക്കായിട്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത നോക്കൂ കൂട്ടുകാരെ. ദ ലീഡേഴ്സ് ഹു ലെഡ് ദ പ്രൊട്ടസ്റ്റ് വർ ഇംപ്രിസണഡ് സെവറൽ ടൈംസ്.
എന്താ പറയുന്നത്, സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിലടക്കപ്പെട്ടു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ അറസ്റ്റഡ് അലോങ് വിത്ത് ദം. ആയിരക്കണക്കിന് ആളുകൾ അവർക്കൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. പിന്നെയോ സ്ട്രിക്റ്റ് ലോസ് വേർ ഇംപോസ്ഡ് ഓൺ ഇന്ത്യൻസ്. കഠിനമായ നിയമങ്ങൾ അവരെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ തന്നെ കാണാൻ കഴിയും അല്ലേ. ഇന്ത്യക്കാരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ ഗാന്ധിജിയെയും അനുയായികളെയും അതുപോലെ സാധാരണ ജനങ്ങളെയും ഒക്കെ ജയിലിലടക്കുകയും അവർക്ക് ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നും മനസ്സിലാക്കാൻ പറ്റും. ഈ ലാസ്റ്റത്തെ നോക്കൂ. ഫൈനലി ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഡിസ്കഷൻസ് ദ ബ്രിട്ടീഷ് were forced to hand over the rule of the India to the Indians. എന്താ പറയുന്നത്, ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാരെന്തായി, നിർബന്ധിതരായി. അപ്പോൾ ധാരാളം സമരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നു, ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ കൈമാറാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഓൺ August 15, 1947 ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ ബ്രിട്ടീഷ് റൂൾ. എന്താ ഉണ്ടായത്, 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. ജവഹർലാൽ നെഹ്റു വാസ് സ്വോൺ ഇൻ ആസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. എന്താ പറഞ്ഞത്, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേറ്റു. അതിൻ്റെ പിക്ചറൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു പിക്ചറുകളിൽ നിന്നും ഈ ഒരു വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ഇന്ത്യക്കാർ അനുഭവിച്ച സ്ട്രഗിളുടെയൊക്കെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്ത്യ സ്വതന്ത്രമായതുവരെയുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രോമാഞ്ചമൊക്കെ വരും. നമ്മുടെ നാട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. വൈൽ ദ വേൾഡ് ഈസ് asleep at midnight, India is awakening to freedom and life. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആസ് എൻ ഇന്ത്യൻ എന്നുള്ള രൂപത്തിൽ നമുക്കൊരു പ്രൗഡ് മൂമെൻറ്റ് തോന്നുന്ന നിമിഷമാണല്ലേ. ഓക്കെ, നമ്മളിനി അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. റെസ്പോണ്ട് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ബൈ മാർക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് സിംബൽ ഇൻ ദ ബോക്സ്. നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കൂട്ടുകാർ വായിച്ചിട്ട് ഈ കോളത്തിൽ കൃത്യമായിട്ടുള്ള സിമ്പൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിന് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ദ ഫ്രീഡം വി എൻജോയ് ടുഡേ വാസ് അച്ചീവ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് മെനി ലീവ്സ്. അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇത് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണല്ലേ. വി മസ്റ്റ് ഹോണറബിളി റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫോർ അസ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ദ ഫ്രീഡം ദാറ്റ് വി ഹാവ് ഗെയിൻഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഷെയർഡ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. ഇതും ശരിയായ കാര്യമാണ്. ആസ് ഇന്ത്യൻസ് വി മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് പാട്രിയോട്ടിക്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. ഇതും ശരിയാണ്. വി മസ്റ്റ് സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗ്രാൻഡ്ലി എവ്രി ഇയർ. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമുചിതമായി ആഘോഷിക്കണം. ഇതും ശരിയാണ്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇതോടെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ കാണാം. ഓക്കെ, സീ യു അഗെയിൻ.